ആകെ വിഷമിച്ചിരിക്കുന്നു. വാരിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അങ്ങനെയൊന്നും ഇല്ല. ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. ഓ, അത്രേ ഉള്ളൂ കാര്യം. അതൊക്കെ പതിയെ പതിയെ ശരിയായിക്കോളൂ. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഓക്കെ. ഹലോ ഹലോ ചേച്ചി, സുഖാണോ? ആ സുഖം. എന്തിന്റെ ടോണി വിശേഷം? ആ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അതെ, ആ ചേച്ചിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വേറെ നമ്പർ വല്ലതും ഉണ്ടോ? വേറെ നമ്പർ ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു മെസ്സേജ് അയച്ചിട്ടാ മതി. പുള്ളി ചിലപ്പോ വല്ല മീറ്റിംഗിലായിരിക്കും. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ. ഇതാരും വിളിച്ചെന്നറിയോ? ടോണി. നിന്നെ പോലെ തന്നെ 3 വർഷം മുന്നേ വന്നതാ ഇവിടെ. ടോണി നാസി. എനിക്ക് അങ്ങോട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു. അതെ, ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തല കറങ്ങും. പറ. എനിക്ക് എങ്ങനെ അറിയാൻ ടോണി? ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടി, നിനക്ക് എത്ര ശമ്പളം എന്ന് പറഞ്ഞേ? പറ. പൊന്നു ടോണി, 12,000 പൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ 2 ലക്ഷം രൂപ. അപ്പൊ അതിൽ കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അവിടുത്തെ 3,500 പൗണ്ട്. ഇവിടുത്തെ ഒരു 3-3.5 ലക്ഷം രൂപ വരും. പെട്ടെന്ന് ഉറങ്ങടാ, വെളുപ്പിനെ എണീക്കണ്ടല്ലോ. എന്തോ ഇത്? ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങി. ഹലോ ടോണി, ഞാനേ എയർപോർട്ടിന്റെ വെളിയിൽ കിടപ്പുണ്ട്. നീ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് ക്ലിയർ ചെയ്തിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു വാ. ഞാൻ പാർക്കിംഗ് കാണും കേട്ടോ. ജോസേട്ടാ. ടോണി, ഓ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പെട്ടെടുക്കാനായിട്ട് കുറെ പോസ്റ്റായി. കോപ്പ് കറങ്ങി കറങ്ങി വരണ്ടേ? വെട്ടി വെക്കാം. ഓക്കെ ഓക്കെ, വാ. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? 1.5 മണിക്കൂർ. ഇവിടെ അതിനകത്ത് കിടന്നു. അത് കയ്യിൽ വെച്ചോ. ഹാൻഡ് ബാഗ്, അത് പാസ്പോർട്ട് ഉള്ളതല്ലേ? ടോണി, ഇവിടെ കയറി. ഇവിടെ നിങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടില്ലേ? എല്ലാം എടുത്തു വിട്ടോ. എല്ലാം ഉണ്ട്. ഓക്കെ. ഹലോ മമ്മി. ആ യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തായി? നിങ്ങൾ കിടന്നില്ലേ? അവളും പപ്പായും എന്തിയേ? ആ ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. എന്നാൽ പിന്നെ കിടന്നു, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി, ബൈ.
നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഒന്നേ? ഓ എന്നാ പറയാനാ, ഫ്ലൈറ്റിൽ നിന്ന് എന്തൊക്കെയോ കിട്ടി. എരിവില്ല പുളിയുമില്ല, വായിൽ വെക്കാൻ കൊള്ളത്തുമില്ല. വിശന്നിട്ടാണെങ്കിൽ വയറ് തള്ളയ്ക്കും വിളിക്കണം. ഓക്കെ, നമുക്കേ പോകുന്ന വഴി വല്ലതും കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ടേക്ക് അവേ എടുക്കാം. ഓക്കെ ജോസേട്ടാ, ഈ സ്കോട്ട്ലൻഡിന്റെ അടുത്താണോ? ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. ആ, നമുക്ക് പോകട്ടെ. ടോണിയെ, നാട്ടിലെന്നാ പരിപാടി? ഞാൻ സിവിലാ. ഇവിടെ സിവിലിനൊക്കെ നല്ല സ്കോപ്പാണല്ലോ ചേട്ടാ. കുഴപ്പമില്ല. ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു. അല്ല ചേട്ടാ, ഇവിടെ വന്നിട്ട് എത്ര നാളായി? 10-12 കൊല്ലമായി ടോണി. ഒയ്യോ, 12 കൊല്ലോ? എന്നിട്ട് വേറെ ജോലിയൊന്നും ആയില്ലേ? കുഴപ്പമില്ല ടോണി, ഇങ്ങനെ പോകുന്നു. ഞാനേ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കിയിട്ട് വരാം. നിങ്ങൾക്കിവിടെ രക്ഷു ആകാം. വാ. നിങ്ങളെ അങ്ങോട്ട് പോയി ഫ്രഷ് ചെയ്തോ. ഫ്രഷ് ആയിക്കോ. അപ്പം ഞാൻ അന്യനെ പോയിട്ട് വരാം കേട്ടോ. നീ കണ്ടി അല്ല ചേട്ടാ, ഇവിടെ നമ്മളാണോ പെട്രോൾ അടിക്കുന്നത്? പിന്നെ ഇവിടെ നമ്മൾ തന്നെയാ, നാട്ടിലെ പോലെ അല്ല. കാശ് കൊടുക്കാതെ മുങ്ങിയാലോ? നല്ലതായിരിക്കും. കാശ് കൊടുക്കാതെ മുങ്ങിയ ഇവിടെ നിന്റെ പടവും വരും, വീട്ടിലൊരു നോട്ടീസും വരും. അത്രേ ഉള്ളൂ. എത്രയാടാ? അത് എത്രയായി? ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റാ കേട്ടോ. ഇതാ കേട്ടോ നിങ്ങളുടെ ഫ്ലാറ്റ്. ടോണി വെട്ടി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ 2 അതെനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും കേട്ടോ. ഓക്കെ, എൻ്റെ കയ്യിലാണ് കീ. ഈ മെയിൻ ഡോർ തുറന്നും കയറിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പി? വലിയ പിടുത്തമൊന്നും ഇല്ലല്ലേ? ഇച്ചിരി കൂടുതലാ. ഇരിക്കട്ടെ, ഇത്ര മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് പൗണ്ടൊക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം കേട്ടോ. പോകട്ടെ, ബൈ. ഓക്കെ നാൻസി. ടോണി,
ഞാനിതാ പമ്പിൽ നിന്ന് ഫുഡ് മേടിച്ചില്ലേ, എനിക്കൊന്ന് ഇതും കഴി എന്നിട്ട് കിടന്നുണ്ട് കേട്ടോ. ബൈ, ടേക്ക് കെയർ. കൊള്ളാം, നല്ല സംഭവം തന്നെ തന്നല്ലേ. നല്ല സ്പേസ് ഉണ്ടല്ലോ. അയ്യോ എനിക്ക് ബാത്റൂമിൽ പോണം. ബാത്റൂം എവിടെ? അവിടെ പോയി നോക്ക്. ഓ നോക്ക്, പൈപ്പില് വെള്ളമില്ല. വെള്ളമില്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തേലും നടക്കുവോ ടോണി? എനിക്ക് ബാത്റൂമിൽ പോണം. മോട്ടർ കേടാണ്. ഇനിയിപ്പോ എന്നാ ചെയ്യും? അയാളെ വിളിക്ക്. ആരെ? വീട് അറേഞ്ച് ചെയ്ത പെട്ടെന്ന്. ഓക്കെ. ഹലോ ചേട്ടാ. ഹലോ ടോണി, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സുഖമായിരുന്നു. പിന്നെ ചേട്ടാ, ഇവിടെ പൈപ്പില് വെള്ളമില്ലല്ലോ. ആ പിന്നെ ഭയങ്കര തണുപ്പും. ഞാൻ ഇപ്പം കട്ട് ചെയ്തിട്ട് വിളിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് വിളിക്കാം. ഓക്കെ. എന്താ പറഞ്ഞേ? ഇപ്പൊ വിളിക്കാന്ന്. നീ ഒന്ന് അടങ്ങ് പെണ്ണേ. വീട്ടിൽ വിളിക്കുന്നു. ആ ചേട്ടാ. ഞാനൊരു മെയിൻ്റനൻസ് മാനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീക്കെൻഡ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. സോറി. അവരെന്തായാലും നാളെ രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അവർ വന്ന് സോർട്ട് ഔട്ട് ചെയ്തോളും കേട്ടോ. നിങ്ങൾ എണീക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് അവരുടെ അടുത്ത് കീ ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, അവർ വന്ന് എല്ലാം ഫിക്സ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ പവർ പ്ലഗിൻ്റെ അടുത്തൊരു ഹീറ്റിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്, അതൊന്ന് തിരിച്ചാൽ മതി കേട്ടോ, ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അയ്യോ ചേട്ടാ, ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം. അത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തോണി. ചേട്ടാ ടിഷ്യൂ ഉണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെയാ. ഹലോ ചേട്ടാ, ഞങ്ങൾക്ക് ഹലോ ഹലോ ടിഷ്യൂ ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ? ടിഷ്യൂ ഉണ്ടോ? എന്ത് ചെയ്യൂടാ? തൽക്കാലം നീ ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേറെ എന്ത് ചെയ്യാനാ? നീ പോയി അഡ്ജസ്റ്റ് ചെയ്യും. വിശന്നിട്ടാണെങ്കിൽ കണ്ണം കാണുന്നില്ല. എടിയാ ഫുഡ് എവിടെ? അതാ നീല ബാഗിലുണ്ട്. നിനക്ക് വേണ്ടേ? അപ്പോ എനിക്കൊന്നും വേണ്ട. ഓ എടി നിനക്ക് വേണ്ടെന്ന് ഉറപ്പല്ലേ? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഇതെന്തോന്നത്? കിഴങ്ങും ബീൻസോ? ഇതിപ്പോ ഇങ്ങനെ കഴിക്ക? ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. ഇന്നും പോയി. നാൻസിയേ, നാൻസി. ഇന്നും പട്ടിണിയാ. എന്തോ കിഴങ്ങ് ഉലത്തിയതോ പുഴുങ്ങിയതോ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. വായി വെക്കാൻ കൊള്ളൂല.
ടോണി എന്തുവാടാ പുറത്ത് ഭയങ്കര ബഹളം? ഒന്ന് ചെന്ന് നോക്കിക്കടാ. അതാ മെയിൻ്റെനൻസ് ഒന്നും ആൾക്കാരാണ്. നീ കിടക്കുക. ഇനിയിപ്പോ കൊറേ കോട്ടുകൾ വാങ്ങണം. എടി വിശന്നിട്ട് വയ്യ, വാ പോവാം. അപ്പൊ ഇന്നലെ ജോസേട്ടൻ കൊണ്ടുവന്നൊന്നും കഴിച്ചില്ലേ? എന്തോന്ന് പുഴുങ്ങി എന്തോ സാധനം കൊണ്ടുവന്നിട്ട് വാരി വെക്കാൻ കൊള്ളൂ? ഓ നീ ബാക്കി ഇരിപ്പുണ്ടോ? ഇന്നലെ വേണോ? ഉണ്ട്. നമുക്കേ ഒരു കടയിൽ പോയി കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആ BRP കാർഡ് കളക്ട് ചെയ്യാൻ പോണം. ഒരു വലിയ കണ്ണും കൂടെ എഴുതിക്കോട്ടെ. എന്തിനാണ് കണ്ണെഴുതുന്നത്? ബൂട്ടിക്കൊള്ളല്ലേ. എടാ എനിക്ക് ഈ ഡ്രസ്സ് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല, ഞാൻ പെട്ടെന്ന് മാറ്റിട്ട് വരാം. ഇതൊക്കെ മതിയടി. എടാ ഇപ്പൊ വരാം. ഇത് പെട്ടെന്നല്ല കാലാവസ്ഥ മാറിയാ. എടി ഇത് UK തന്നെയാണോടി? ഒരു ഇംഗ്ലീഷുകാരെ പോലും കാണുന്നില്ല. ഇതേ അലങ്കാറ്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഫുൾ അറബി റെസ്റ്റോറന്റ് പോലെ. വാ നടക്ക്. വിശക്കുന്നടി. എന്താ ചെയ്യാ? ഇവിടെ വല്ല കേരള ഹോട്ടൽ ഉണ്ടാവും? എവിടെ നിന്നാടാ കേരള ഹോട്ടല്? ഇവിടെ എവിടെയെങ്കിലും കേറാം നമുക്ക്. വാ നീ വാ. എന്താടാ? 36 പൗണ്ട്. നാട്ടിലെ 3600 രൂപ. അയ്യോ ഇത് മുതലാവത്തില്ല. ആകെപ്പാടെ 500 പോണ്ടേ ഉള്ളൂ. ഇനി സാലറി വരണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോവാം. പെരി പെരി സോസ് ഇതൊക്കെ നമുക്ക് പറ്റും. എനിക്ക് വേണം. എടാ കുറച്ച് ബ്രെഡ് വാങ്ങിച്ചാൽ നമുക്ക് രാവിലെ കഴിക്കാം. കുറച്ച് പഴവും കൂടി കഴിച്ചാൽ അല്ലേ? ഇത് എത്രയാന്ന് നോക്കിയ വില? എടാ നീ വന്നേ കാശില്ലാതെ ഒന്ന് നോക്കട്ടെടാ. നമുക്ക് വേണ്ടേ അത് ഒരെണ്ണം കൈ കഴുകുന്നേ? വേണോ? പിന്നെ എടാ മോനെ 15 പൗണ്ടെങ്കിലും മേടിക്കണം. ഓണത്തിന് എന്തെല്ലാം പരിപാടി ഉള്ളതാ. കമ്പോലി ഉണ്ട്, പൂക്കള മത്സരം, പിന്നെ നമ്മുടെ വള്ളോടിനകത്ത് നടക്കണ്ടേ, അതൊക്കെ നടക്കണം. അതെ പുലികളിയുണ്ട്. പുലികളി ഞാൻ അറേഞ്ച് ചെയ്തോളാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് 10 വന്ന മരങ്ങളാണ്.
കണ്ടിട്ട് എനിക്ക് തെലുങ്കിനെ പോലെ തോന്നുന്നു, മലയാളികളല്ലാണ്ട്. പുലിയാ? എന്ത് പുലി? പുലി ഓണത്തിന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നല്ല പുലിയാ. നീ ഒന്ന് പോടെ, നീ ആവുന്ന നല്ലത്. ഒന്ന് പോടെ പുലിയെ. ആദ്യം നമുക്ക് കുറച്ച് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. നീ നമ്മുടെ ഫോട്ടോസ് എടുത്തേ. പിന്നെ 2 സൈഡ് ടേപ്പും കൂടി വേണം കേട്ടോ. ഈ സെറ്റിയുടെ മേളിൽ വെച്ചാലോ? എന്നിട്ട് ആ ചെടികളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലേ? ആ കർത്താവിന്റെ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. നമുക്ക് ഈ കർത്താവിന്റെ ഫോട്ടോ എവിടെ വെക്കുക? ആ ഫോട്ടോസ് അവിടെ നല്ല ഭംഗിയുണ്ട്. ചെടികൾ കുറച്ച് അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ഫോട്ടോ ഇവിടെ വെച്ചാലോ? അവിടെ തൂക്കി വെക്കാം. അപ്പൊ ആൾക്കാർക്കൊക്കെ വരുമ്പോഴേ കാണാമല്ലോ അല്ലേ? അതെ, കർത്താവിന്റെ ഈ ഫോട്ടോക്ക് വെയിറ്റ് ഉണ്ട്. ഇത് 2 സൈഡ് ടേപ്പ് നിൽക്കില്ല. അതുപോലെ ചുമരും വെക്കണമെങ്കിൽ ആണി അടിക്കണം, ഇവിടെ ആണെങ്കിൽ ആണി അടിക്കാനും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ബെഡ്റൂമിൽ വയ്ക്കാം കേട്ടാ.